ഫ്രണ്ട്സ്, നമ്മളിന്ന് പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ മധുരപ്പച്ചടി. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പൈനാപ്പിൾ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ട്. പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇത് വേവിക്കാൻ നോക്കാം. ഇതിൻ്റെ കൂടെ തിരുപ്പും കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും ഞാൻ മാറ്റി വെച്ച പൈനാപ്പിളും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് വരും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് അരക്കാം. കുറച്ച് മാറ്റി വെച്ച കുറച്ച് പൈനാപ്പിളും കുറച്ച് ഇത്തിരി നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. ചൂടായ പാനിലേക്ക് ഉലുവ വറുക്കുന്നുണ്ട്. ഇത്രയും ഉലുവ വേണ്ട, അധികം അടുത്താണ്, പൊടിയാൻ പ്രയാസമായിരിക്കും. ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് പൊടി ഈ പാനിൽ തന്നെ ഇതൊന്ന് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയുള്ള വറുത്തൊഴിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് കടുക് ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. നമുക്കിത് വെന്തിനെ നോക്കാം. ഇതിലേക്ക് ലേശം പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പില, ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലാണ് ഇത് ചേർത്തത്. ഒരു 2 ചെറിയ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക്
തേങ്ങയും ജീരകവും പൈനാപ്പിളും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. തിളച്ച് വെക്കാം. പൈനാപ്പിളിന് ലേശം മധുരം കുറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് ആയി വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്താൽ തിളക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഞാൻ കുറച്ച് ഉലുവ വറുത്ത് പിടിച്ചത് കുറച്ച് ചേർക്കുന്നുണ്ട്. പേരിന് കുറച്ച് മതി. ഇതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മുന്തിരി അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയും കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചതും ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണം സദ്യ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.